എവരിവൺ. അപ്പോൾ അതാ രാവിലെ തന്നെ നല്ല മഴയാണ്. ഇന്നിപ്പോൾ 9ാമത്തെ ദിവസമാണ് സ്കൂളിൽ ലീവായിട്ടുള്ളത്. പിന്നെ അതും പോരാഞ്ഞിട്ട് റെഡ് അലേർട്ടും. എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും മഴ പെയ്യല്ലേ, മഴയും കണ്ട് ചായയും കുടിച്ചിരിക്കാന്ന്. പിന്നെ അത് ഇനി നമ്മൾ ചെറിയൊരു ചോർച്ച വന്നപ്പോൾ താഴെയൊക്കെ വെള്ളം പൊങ്ങി എന്ന് പറയുന്നിട്ട് നമ്മളെ പോരൻ്റെ കുറച്ച് ഇതായി. അപ്പോൾ ഞാനും ഫിനും കൂടി അങ്ങോട്ട് അതൊക്കെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ വെള്ളം കയറിയതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒരിത്തിരി സ്ഥലം പോലും ഇല്ല കേട്ടോ നമുക്ക് കാല് വെക്കാൻ. എല്ലായിടത്തും വെള്ളമാണ്. സാധാരണ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വഴി കറക്റ്റ് കാണാം. ഇതിലിപ്പോൾ ഏതാ വഴി ഏതാ ഇപ്പോൾ പുഴ തോട് എന്നൊന്നും മനസ്സിലാവാത്ത അവസ്ഥയാണ്. ഇതെല്ലാം കാണിച്ചു തരാം, നിങ്ങൾ കാണി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും വെള്ളമില്ല കേട്ടോ. നമുക്ക് മണ്ണ് വരെ കാണാൻ പറ്റിയിരുന്നു. ഇന്ന് രാവിലെ ഇത് പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കുറഞ്ഞതാണ്, പക്ഷേ ഇത്രയും ഇല്ല, ഇതും കൂടുതലാണ്. ഗായ്സ്, നമ്മളിപ്പോഴത്തെ വാഗേരിൻ്റെ അവസ്ഥ ഗായ്സ്. നമ്മൾ പുഴ കാണാം, സോറി തോട് കാണാൻ വന്നാണ്. തോടൊക്കെ കൂടി പുഴ അയക്കണ്. പിന്നെന്താ കണ്ടില്ലേ, ഇവിടെ ഒന്നും ഇത്ര വെള്ളം കൂടിയില്ല. ഇന്ന് രാവിലെ ഇതൊരു പാമ്പിൻ്റെ തൊലിയല്ലേ. ഇന്ന് രാവിലെയൊക്കെ ഇവിടെ നിറച്ച് കേട്ടോ. അതാ പാലം മുട്ടാനായി നെയ്നു. ഇപ്പം കുറഞ്ഞു, നല്ല ഒഴുക്കുണ്ട്, കലക്ക് വെള്ളമാണ്. ഇവിടെ ഇത്രക്കൊന്നും ഇല്ല ഗൈസ്. പിന്നെ നമ്മൾ ഡെയിലി പോകുന്നൊരു സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തരാം. അത് കണ്ടാൽ നിങ്ങൾക്ക് സങ്കടം വരും. നിങ്ങൾക്ക് സങ്കടം വരില്ല, കണ്ടോളി. ലൈക്ക് നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു, പക്ഷെ അതിപ്പോൾ നാശമായി കിടക്കുകയാണ്. നമുക്ക് പാമ്പിൻ്റെ തൊലി നിങ്ങൾക്ക് പാമ്പോ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ മറ്റേ സ്ഥലം കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഞങ്ങൾക്കൊരു സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞെടുത്ത് നമുക്ക് പോകാൻ കൂടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ വയലായ കൊണ്ട് വെള്ളം കയറിക്കുന്നേ. ഞാൻ പിന്നെ ഒരു ദിവസം തെളിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു നാച്ചുറൽ ഭംഗി കാണിച്ചു തരാം. അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. അത്രയേ ഉള്ളൂ.